ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റോസ്. ഇന്നിപ്പോൾ ഓഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റിയൊക്കെ കാണും, കാരണം ഞാൻ കാറിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ടാണ് സൗണ്ട് ആഡ് ചെയ്യുന്നത്. ഇന്നിവിടെ ഉച്ച തിരിഞ്ഞ് നല്ല മഴ, ചൂടൊന്നുമില്ല. അപ്പോൾ കണ്ണിന് പ്രശ്നമാവുന്ന രീതിയിൽ കാറിനുള്ളിൽ ചൂടെടുക്കത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കാലും കൈയൊക്കെ തണുക്കുന്നു. അപ്പോൾ ഇത് മൺഡേ മോർണിംഗ് ആണ് കേട്ടോ. മൺഡേ അലൻ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അലൻ ഓഫാണ് മൺഡേയ്സ്. ബ്രേക്ക്ഫാസ്റ്റും കറിയും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം അമ്മ ഇന്നലെ രാത്രി തന്നെ അപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റ് ചെയ്ത് തന്ന് പോയിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഈ സംഭവം. നിങ്ങൾ എന്നോട് അപ്പത്തിൻ്റെ മാവ് എങ്ങനെ അരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബപ്പ എന്ന് വേണം ഞാൻ ഉത്തരം പറയാനായിട്ട്. ഞാൻ 2-3 തവണ ശ്രമിച്ചിട്ടുണ്ട് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയൊക്കെ മേടിച്ചിട്ട്. നടപടിയാവുന്ന കേസല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മ അരച്ചു തരുന്ന മാവിലാണ് ഞാനിവിടെ അപ്പം ചുടുന്നത്. ഇഡ്ഡലി മാവ് കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോസിൽ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ മേലിലാണ് ഇതുള്ളത്. എല്ലാ വീഡിയോയ്ക്കും ഇല്ല. Q&A വീഡിയോയിൽ അവിടെ കിടപ്പുണ്ട്. ഫസ്റ്റ് കമൻറ്റ് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് വിട്ടാൽ അവിടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ചാനലും ഇതിലിടുന്ന വീഡിയോസും ഒക്കെ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്താനുള്ള അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ആ ഹൈപ്പ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇത് എല്ലാ ചാനൽസിലും കാണത്തില്ല. സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവുള്ള, അതായത് 5 lakh സബ്സ്ക്രൈബേഴ്സിന് താഴെയുള്ള ചാനലുകളെല്ലാം യൂട്യൂബിന് സ്മോൾ ചാനൽസാണ്. അങ്ങനെയുള്ള ചാനൽസിന് അവരുടെ ഓഡിയൻസിന് ആ ചാനലിന് ഇനിയും റീച്ച് കിട്ടാനുള്ള, അല്ലെങ്കിൽ ആ വീഡിയോസിന് ഇനിയും റീച്ചിനുള്ള അർഹതയുണ്ടെന്ന് തോന്നിയാൽ ഓഡിയൻസിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഒരു ഹൈപ്പ്. ഇതിലൂടെ മോണിറ്റൈസേഷനോ ക്യാഷോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരുപാട് പേര് അതിന് ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇതുപോലത്തെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാരിലേക്കും കൂടെ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ബാക്ക് ടു ദ വ്ലോഗ്. ഞാൻ രാവിലെ തന്നെ അപ്പം ചുടുന്നതങ്ങ് തുടങ്ങിയത്. ഇന്നിപ്പോൾ എല്ലാവർക്കും രാവിലെ കഴിക്കാൻ വേണമല്ലോ. സാധാരണ എനിക്കും പിള്ളേർക്കൊക്കെ ആണെങ്കിൽ 5-6 അപ്പമൊക്കെ ചുട്ടിട്ട് ഈ 5 അപ്പം കൊണ്ട് 5000 പേര് കർത്താവ് കൂട്ടിയ പോലെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇന്നിപ്പോൾ അലനും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ എണ്ണി ചുടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഉള്ള മാവ് മൊത്തം ഇന്നങ്ങ് അപ്പം ചുട്ട് തീർക്കാമെന്ന് കരുതിയിട്ട് ആ പ്രോസസ്സ് അങ്ങ് രാവിലെ തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ അമ്മയുടെ പെട്ടിയെടുത്ത് അതിനകത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പൊട്ടാറ്റോ കറി ഉണ്ടാക്കാം. ഇത് ഞാൻ അമ്മ വരുമ്പോഴത്തേക്ക്, ഞാനും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു ബ്രൗൺ മുറത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ആയിട്ട് വന്നിരിക്കും അമ്മയുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് അതങ്ങ് ക്ലീൻ ചെയ്ത് ഇതങ്ങ് നിറച്ച് വയ്ക്കും. സത്യം പറയാമല്ലോ, ഇങ്ങനൊരു സാധനം ഇവിടെ ഉള്ളതുകൊണ്ട്, അത് നിറയ്ക്കണം എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം നടക്കുകയും ചെയ്യുന്നു. എനിക്ക് രാവിലെ നല്ല ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് ഞാൻ തൽക്കാലം പേസ്റ്റാണ് എടുക്കുന്നത്. അത് ആ ഒരു ബോക്സിൽ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ബോക്സ് എടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് വെച്ചത്. പിള്ളേർക്കുള്ള പാല് ഗ്യാസിലും കാപ്പിക്കുള്ള വെള്ളം കെറ്റിലായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പം ചുട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ഈ ചെറിയ ഡിഷിൽ വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിന് നല്ല ചിറകൊക്കെ ഉള്ളതല്ലേ, വിശാലമായിട്ടിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ആ വലിയ സ്റ്റീൽ കാസറോൾ എടുത്തിട്ട് അതിലേക്ക് അപ്പം ചുട്ട് അങ്ങോട്ട് വെക്കുന്നുണ്ട്. 3 പേരും ഉണർന്നിട്ടില്ല. കുക്കു സാറിന് ഒരു 8:15 ആകുമ്പോഴത്തേക്ക് വിളിച്ചുണർത്തണം. ഇന്ന് പപ്പയ്ക്ക് പോകണ്ടല്ലോ. സാധാരണ പിള്ളേർ കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് അലൻ ഇവിടെ കാണത്തില്ല. ഇന്നിപ്പോൾ അപ്പനുള്ളത് കൊണ്ട് 2 പേരും ഞാൻ ചെന്ന് വിളിച്ചുണർത്തുന്നത് വരെ നല്ലപോലെ കിടന്നുറങ്ങും. 2 അല്ല 3 പേരും. അപ്പോൾ ഞങ്ങൾക്കുള്ള കോഫിയൊക്കെ സെറ്റ് ചെയ്തു. ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ ഉള്ളതൊക്കെ കഴുകി അവിടെ വെച്ചു. സത്യസന്ധമായിട്ട് ഞാൻ പറയാമല്ലോ, ഈ ടീ, കോഫി, ഷുഗർ ബോട്ടിൽസിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടുന്നില്ല. ഞാനത് എങ്ങനെയൊക്കെ തപ്പിയിട്ടും എനിക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ആകെ ബ്ലാക്കാണ് കിട്ടുന്നത്. ബ്ലാക്ക് കൊള്ളത്തില്ല, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല കാണാനായിട്ട്. ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണെങ്കിലും ബ്ലാക്ക് കളറിൽ ആ കണ്ടെയ്നേഴ്സ് കൊള്ളൂല. അതുകൊണ്ടാണ്. പിന്നെ അതുമല്ല, നമ്മൾ ഇത് കാണിച്ചിട്ട് വേറൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് ടാഗ് ചെയ്താൽ അത് ടാഗിങ് വയലേഷൻ ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നടക്കാണ്ടിരിക്കാനാണ് ഞാൻ പിന്നെ സിമിലർ പ്രോഡക്റ്റ്സ് ഒന്നും ടാഗ് ചെയ്യാത്തത്. പക്കായിട്ട് ഇവിടെ എന്തെങ്കിലും കാണുന്നത് തന്നെ എനിക്ക് ലിങ്ക് കിട്ടുന്നത് ടാഗ് ചെയ്യാറുള്ളൂ. നിലു എൻ്റെ കപ്പ് പൊട്ടിച്ച് കളഞ്ഞിട്ട് പുതിയ കപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ മഞ്ഞ സിംഹത്തിനെ കിട്ടിയില്ല, ഒരു നീല സിംഹത്തിനെയാണ് കിട്ടിയത്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് അലൻ്റെ കപ്പ് പൊട്ടിക്കഴിഞ്ഞ് മേടിച്ചപ്പോൾ അതിൽ നീല മീനാണ്. ഈ ഫോട്ടോ പതിപ്പിച്ച കോഫി കപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പരിപാടിയൊക്കെ ഏകദേശം അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആരും അങ്ങനെ അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ ഈ സോഡിയാക് സയൻസ് ട്രൈ ചെയ്യാം കേട്ടോ. ഇതിലങ്ങനെ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഫോർ എ ഡിഫറൻസ്. കുക്കു ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, അവന് വിർഗോയുടെ സൈനുള്ള ഒരു കപ്പ് വേണമെന്ന്. പക്ഷേ വിർഗോയുടെ സൈനുള്ള കപ്പ് ഓൺലൈനിൽ നോക്കിയപ്പോൾ അതിൻ്റെ സിമ്പിൾ ഒരു പെണ്ണാണ്. അയ്യേ, ഇത് പെണ്ണുങ്ങളുടെ കപ്പാണെന്നും പറഞ്ഞിട്ട് വേണ്ടാന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആണ് വേണമെന്ന്. പക്ഷേ വിർഗോയുടെ സൈൻ അങ്ങനെ ഇരിക്കണേന് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇതേ എന്തായാലും പൊട്ടറ്റോ കറിക്കായിട്ട് ഞാൻ കുറച്ചധികം പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. കാരണം രാത്രി ഡിന്നറിന് ആലന് ചപ്പാത്തിക്ക് ഈ കറിയുടെ ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് കൊടുക്കാമല്ലോ. പിന്നെ നിങ്ങളിൽ പലരും വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ കണ്ണിപ്പോൾ എങ്ങനെ ഉണ്ടടാന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളത് ഓർത്ത് വെക്കുന്നുണ്ടല്ലോ കണ്ണ് പഞ്ചറായി കിടക്കുക എന്നുള്ളത്. ഞാൻ എന്തായാലും മറ്റൊരു തീരുമാനം കൂടെ എടുത്തിട്ടുണ്ട്. കണ്ണ് ഹീലാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോൾ പിന്നെ മെഡിസിൻസും കൂടെ ചെല്ലുന്നില്ലേ.
പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറയുന്നത്, അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നും നടക്കുന്നില്ല, സത്യസന്ധമായിട്ട് പറയാമല്ലോ. ചെല്ലുമ്പോൾ ഐയുടെ പ്രഷർ നോക്കും, ഡ്രോപ്സ് ഇല്ലേ തീരുമ്പോൾ വന്ന് മേടിക്കണേന്ന് പറയും, നമ്മൾ തിരിച്ചു വരാം. അല്ലാണ്ട് ഒരു ചേഞ്ച് ഓഫ് മെഡിസിനോ ഒന്നുമില്ല. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം എനിക്ക് കണ്ണിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം വെയിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു, ലൈറ്റിൻ്റെ താഴെയൊക്കെ നിൽക്കുമ്പോൾ. പക്ഷേ ഇന്നലെ ഉച്ച തൊട്ട് എനിക്ക് ആ പെയിൻ ഇല്ല. പിന്നെ കണ്ണൊന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്, പക്ഷേ ഫുള്ളി മാറിയിട്ടുമില്ല. കണ്ണിൻ്റെ സ്വെല്ലിങ് മൊത്തത്തിൽ കുറഞ്ഞു. കണ്ണിന് റെഡ്നെസ് ഉണ്ട്. നമുക്കിപ്പോൾ കാണുമ്പോൾ ചെങ്കണ്ണുള്ള ഒരാളാണെന്ന് തോന്നുമെങ്കിലും ആ ഒരു ബൾജിങ് നല്ല രീതിക്ക് ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് ഹീലിംഗ് ഓൺ ഇറ്റ്സ് ഓൺ. അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അത് കഴിയുമ്പോഴത്തേക്ക്. ഞാൻ ഫസ്റ്റ് ചെന്നപ്പോഴേ അവരെന്നോട് പറഞ്ഞത് 2 വീക്സ് ആണ്. അപ്പോൾ എന്തായാലും 2ാമത്തെ വീക്കിലേക്ക് ഞാൻ കടന്നു, 2ാമത്തെ വീക്കിൻ്റെ എൻഡിലേക്ക്. അതുകൊണ്ട് തന്നെ ഐ ഹാവ് സ്റ്റോപ്ഡ് റെസിസ്റ്റിങ്. ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്യുവാണ് ഇതിങ്ങനെ മാറൂ, പതുക്കെ പോകുന്നുള്ളത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് മനസ്സിനൊക്കെ ചെറിയൊരു സമാധാനമുണ്ട്, ഇതിങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. എനിക്ക് ഭയങ്കര ടെൻഷൻ, ഞാൻ എങ്ങനെ വീഡിയോ എടുക്കും, ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ടായിരുന്നു. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ആ ഒരു കണ്ണ് പൊത്തിപ്പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ഭാഗ്യം കൊണ്ട് ഇപ്പുറത്തെ കണ്ണിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ഈ ഒരു ലോങ് വീഡിയോ ഞാൻ 3 ദിവസം കൊണ്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്ത് ചേർത്തത്. പക്ഷേ വോയിസ് കൊടുക്കുന്നത് ഒറ്റ സ്ട്രെച്ചിലിരുന്നിട്ടാണ്. അപ്പോൾ കറി വെക്കാനായിട്ട് പൊട്ടാറ്റോ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ ഗ്യാസിലേക്ക് വെക്കുവാണ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ മതി പൊട്ടാറ്റോ വേവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. 3 എണ്ണം എണീക്കുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ. നടക്കുമെന്നറിയത്തില്ല, ചെയ്ത് നോക്കാം. അപ്പം ചുടുന്ന പരിപാടി ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തേങ്ങ അരപ്പിനായിട്ട് ഞാൻ തേങ്ങാപ്പാലൊക്കെ എടുത്ത് ചെയ്യാം, പക്ഷേ അങ്ങനെ എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ കറിക്ക് അത്ര കുറുക്കം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് തേങ്ങ അരച്ചങ്ങ് ചേർക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിള്ളേരുടെ പാല് തിളച്ചപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തോട്ടെടുത്ത് മാറ്റി വെച്ചിരുന്നു, അതിപ്പോൾ തണുത്ത് കാണും. കൗണ്ടർ ടോപ്പിൽ ഒരുപാട് പാത്രങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പാലൊക്കെ ഇതേ ഒഴിച്ചു മാറ്റി തണുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഇതിൻ്റെ അകത്തിരുന്ന് തന്നെ ഒരു ഇളം ചൂടോടൊക്കെ അവർ രണ്ടുപേരും കുടിച്ചോളും. അപ്പോൾ പാലൊക്കെ ഒഴിച്ചു മാറ്റി ഇനി ആ ഒരു പാനും കൂടെ കഴുകി അങ്ങ് മാറ്റി വെക്കണം. കോഫി ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ അങ്ങ് സിപ്പ് ചെയ്ത് കുടിച്ചു കേട്ടോ. മേലെ പോയി നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള സമയം എനിക്കില്ല, കുക്കുനെ സ്കൂളിൽ വിടണമല്ലോ. ഞാൻ തന്നെ എണീറ്റത് 7 മണിക്കാണ്. 7 മണിക്ക് അലാം വെച്ചിട്ടാണ് ഞാൻ എണീറ്റത്. ലഞ്ച് അലാൻ പതുക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് പതുക്കെ എണീറ്റാൽ മതി. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഈ കണ്ണ് വിടർത്തിയെടുക്കാനായിട്ടുള്ള പ്രോസസ്സിലേക്ക് വേണം. ബസ് വന്ന് നല്ല രീതിയിൽ ഉണങ്ങി 2 എൻഡും അടഞ്ഞിരിക്കും. ഇപ്പം അങ്ങനെയില്ല കേട്ടോ. ഇന്ന് രാവിലെയൊക്കെ അത്ര തിക്കായിട്ടൊന്നും വന്ന് അടഞ്ഞിട്ടില്ലായിരുന്നു, ഇത്തിരി കുറവുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ് ടു ഗെറ്റ് ബെറ്റർ. അപ്പോൾ തേങ്ങയും 2-3 ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും കൂടെ ഒടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പൊട്ടറ്റോയിൽ ഞാൻ ഗരം മസാല മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മീറ്റ് മസാല ഞാൻ ഈ തേങ്ങ അരപ്പിൻ്റെ അകത്തേക്കാണ് ചേർത്ത് കൊടുത്തത്. അതിലും ചേർക്കാം, എനിക്ക് വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർത്തത്. ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ മീൻകറിക്കൊക്കെ തേങ്ങ അരയ്ക്കില്ലേ, അതുപോലെ പറ്റ അരച്ചെടുക്കാം. ഇത് കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. 2 എണ്ണം കരിഞ്ഞു പോയി. എന്നാലും ഈ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ അതാണ്. അങ്ങനെയൊക്കെ സംഭവിക്കും. 2 അപ്പം കരിഞ്ഞു പോയി, ബാക്കിയെല്ലാം നല്ല രീതിക്ക് കിട്ടി. പിന്നെ ആ കരിഞ്ഞത് കുക്കുന് ഭയങ്കര ഇഷ്ടമാണ്. മുരിച്ച അപ്പമൊന്നും പറഞ്ഞിട്ട് അവനത് കഴിച്ചോളും. കിഴങ്ങ് 2-3 എണ്ണം ഞാനൊന്ന് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്പാറ്റുള ഇത് തന്നെയാണ് ഞാൻ കപ്പ കുഴയ്ക്കാനായിട്ട് ഉപയോഗിച്ചത്. ഇത് ഓൺലൈനാണ്, ഇതിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ മുന്നത്തെ ഒരു 2-3 ദിവസം മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രോഡക്റ്റ്സൊക്കെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന സ്പാറ്റുളാസൊക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ പാത്രങ്ങളൊക്കെ ഇവിടെ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് നശിപ്പിക്കാതിരിക്കാനായിട്ട് ഞാൻ സ്റ്റീൽ സ്പൂണുകളൊന്നും വെട്ടത്ത് വെക്കാറില്ല, എല്ലാം കബോർഡിൻ്റെ അകത്ത് വെക്കും. അല്ലെങ്കിൽ എല്ലാ നോൺ സ്റ്റിക്കും ഇളകിപ്പോവും, കോട്ടിങ്ങൊക്കെ. അതെടുക്കരുത്, അത് ഉപയോഗിക്കരുതെന്നൊക്കെ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വരുന്നവരോട് പറയാനും എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കിഴങ്ങ് കറി താളിച്ചിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് ഇത്തിരി ചെറിയുള്ളി അരിഞ്ഞിട്ടു. നമ്മുടെ കറിയിലേക്ക് കുറച്ച് മല്ലിയില നുറുക്കിയതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി നേരത്തെ അരിഞ്ഞ് വെക്കാത്തത് കൊണ്ട് ആ ഡബ്ബയിൽ നിന്ന് ഇപ്പോൾ അങ്ങ് എടുത്തിട്ട് 2-3 എണ്ണം എണ്ണയിലേക്ക് അങ്ങ് അരിഞ്ഞിട്ടു. പിന്നെ ഇത്തിരി നിറത്തിനായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ താളിക്കുന്നതിൻ്റെ അകത്തെല്ലാം ഇത്തിരി കാശ്മീരി മുളക് പൊടി ചേർക്കും. ഈ ഒരു സെറാമിക് സ്പൂൺ ഹോൾഡറിൻ്റെ പല ഡിസൈൻസും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ മിക്കതും
ബഡ്ജറ്റ് നോക്കിയിട്ടാണ് എടുക്കുക. ഏറ്റവും വില കുറഞ്ഞത് കാണാൻ ഭംഗിയുള്ളത് എന്തിനാണോ അതായിരിക്കും ഞാൻ എടുക്കുന്നത്. ഇതാണ് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളത്. ഇതിനേക്കാളും നല്ല ഡിസൈൻസൊക്കെ ഉള്ളതുണ്ട്, പക്ഷേ അതിന് റേറ്റ് കൂടും. ഞാൻ എല്ലാ പ്രോഡക്ട്സും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ അരപ്പും കിഴങ്ങും ഒക്കെ കൂടെ ഒരുമിച്ച് വെന്ത് കഴിഞ്ഞു. ഇനി താളിക്കാം. ടി വിയുടെ ഒച്ച നിങ്ങളും കേട്ട് കാണുമല്ലോ അല്ലേ? ഒരാൾ എണീറ്റിട്ടുണ്ട്. എണീറ്റ് റെഡിയായി ഓടിപ്പോയി അങ്ങ് ടി വി ഇട്ടു. ആ സമയം കൊണ്ട് അവൻ 2 ഫുട്ബോൾ ഷോട്ട്സ് കാണും. ഏതെങ്കിലും ആൾക്കാർ ഗോൾ അടിക്കുന്നതോ മറ്റോ. അങ്ങനെ ഞാൻ പിന്നെ വഴക്കം പറഞ്ഞ് ടി വി ഓഫ് ചെയ്യിപ്പിച്ചു കേട്ടോ. സ്കൂളിലേക്ക് ഇറങ്ങാനായിട്ട് ഇനി ആകെ 10-20 മിനിറ്റേ ഉള്ളൂ. ഇവൻ കഴിച്ചു തീരാൻ തന്നെ ഒരു നേരം എടുക്കും. അങ്ങനെ പിടിച്ച് കഴിക്കാനൊക്കെ ഇരുത്തി. അപ്പം പാലും പഞ്ചസാരയും ഒഴിച്ച് കഴിക്കാൻ കിട്ടാത്തതിൻ്റെ സങ്കടമാണ് മുഖത്ത്. ആലൻ ഉണ്ടെങ്കിൽ ഞാനങ്ങനെ കൊടുക്കാറില്ല കേട്ടോ, കാരണം ആലൻ എന്നെ ചീത്ത പറയും. അല്ലെങ്കിലേ അവൻ ഒരുപാട് മധുരമാണ് കഴിക്കുന്നത്, അവന് കറി കൂട്ടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അപ്പൻ ഉണ്ടെങ്കിൽ ഈ താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന് പറയുന്ന പോലെ പപ്പ ഉണ്ടെങ്കിൽ കറിയും കൂട്ടി കഴിച്ചോളും. നിലു ഇപ്പോഴും എണീറ്റിട്ടില്ല കേട്ടോ. മേലെ നല്ല ഉറക്കമാണ്. 2 സൈഡിലും പില്ലോ ഒക്കെ വെച്ച് നല്ല വൻമതിലൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ടാണ് ആലൻ താഴെ കഴിക്കാനായിട്ടിരുന്നത്. കുക്കു അപ്പോഴേക്കും അങ്ങ് കഴിച്ചു കഴിഞ്ഞിരുന്നു. കുക്കുവിനെ കൊണ്ടുപോകുന്നത് ആലൻ്റെ കസിനാണ് കേട്ടോ, അനിയാണ്. അനിയച്ചാച്ചനല്ല, എൻ്റെ കസിനും ഉണ്ട് അനിയച്ചാച്ചൻ. ഇത് ആലൻ്റെ കസിൻ. അനിയുടെ വൈഫ് സംഗീത, സിബി നമ്മുടെ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിബീനെ എന്തായാലും സ്കൂളിലേക്ക് ആക്കാനായിട്ട് അനി പോവും. അപ്പോൾ അക്കൂട്ടത്തിൽ കുക്കുവിനെയും കൂടെ കൊണ്ട് സ്കൂളിലേക്ക് ഇറക്കുന്നതാണ്. സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴി എന്ന് പറഞ്ഞാൽ തീരെ നാരോയാണ്. ഒരാൾ നടന്നു കഴിഞ്ഞാൽ ഒരു സ്കൂട്ടിക്കും കൂടെ പോകാൻ പറ്റത്തില്ല, അത്ര ചെറിയ ഇടവഴി. മെയിൻ റോഡ് എടുക്കണമെങ്കിൽ കുറച്ച് കറങ്ങി പോകണം. അപ്പോൾ ആ ഇടവഴി അവന് പേടിയാണ്. അതുകൊണ്ടാണ് അവൻ ഒറ്റയ്ക്ക് പോകാത്തത്. ഞാൻ തിരിച്ചകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഒരാൾ എണീറ്റ് താഴെ വന്ന് ആലൻ പാലൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിമ്മലയെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ അമ്മയുടെ ഫോട്ടോ കിടക്കുന്നതുകൊണ്ട് അവനത് നോക്കി ഡയൽ ചെയ്യാൻ അറിയാം. പക്ഷേ വിളിക്കുമ്പോഴെല്ലാം നോട്ട് റീച്ചബിളാണ് കേൾക്കുന്നത്. അങ്ങനെ അവിടെ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുക. ഞാൻ എൻ്റെ സ്ലീവ്സ് ആ ഐസ് കണ്ണിൽ വെക്കുന്ന സമയത്ത് ഇത്തിരി ബാക്കിലോട്ട് വെച്ചതിനാണ് ഈ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്തിരിയുള്ള കൈ അവനും പിടിച്ച് ബാക്കിലോട്ട് വെച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൈ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് ഇത് ഫുൾ കൈയാണ്. കുറച്ചിങ്ങനെ ബാക്കിലോട്ട് ഒരു 3/4 ആക്കി വെക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യും ഈ ഡ്രസ്സ് ഇടുമ്പോൾ. അത് നോട്ടീസ് ചെയ്തിട്ടാണ് ആ പരിപാടി അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇതേ കറണ്ടില്ല. ഇനി ലഞ്ചൊക്കെ ആക്കിയിട്ട് വേണം കുക്കുവിനുള്ള ലഞ്ച് സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട്. ആലൻ വീട്ടിലുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ നിലുവിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനില്ല. അവൻ ആലൻ്റെ പുറകെ അങ്ങ് നടന്നോളൂ. ഇന്നിപ്പോൾ ഓഫ് ആയതുകൊണ്ട് ആലൻ ഇനി ഇപ്പോൾ തന്നെ അങ്ങ് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഒരു ഗ്ലാസ് അരി ഞാൻ കുക്കറിലിട്ടു. കുക്കറിൽ ചോറ് വയ്ക്കുന്നത് എങ്ങനെയാണ് അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് വെള്ളം വയ്ക്കും. ഒരു ഗ്ലാസ് അരിക്ക് ആ കുക്കറിൻ്റെ 1/4 ഭാഗത്തിന് മീതെ വരെ വെള്ളം വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ അതങ്ങ് വേവിക്കും. ഈ ഹൈ ഫ്ലെയിമിൽ അതിരിക്കുമ്പോൾ ഇങ്ങനെ വിസിലിങ്ങനെ വന്നു തുടങ്ങുമല്ലോ, അതായത് നമുക്ക് മനസ്സിലായി തുടങ്ങുമല്ലോ കുക്കറിൻ്റെ അകത്ത് പ്രഷർ വന്നു എന്ന്. ആ ഒരു മൂളക്കം കേട്ട് തുടങ്ങുമ്പോൾ തീ അങ്ങ് ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഒരു വിസിലടുപ്പിക്കുക. ആ ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് കുക്കർ അങ്ങനെ അങ്ങ് മാറ്റി എവിടെയെങ്കിലും വെക്കുക. പ്രഷർ നമ്മളായിട്ട് കളയാൻ പോകണ്ട. 5-10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ പ്രഷർ ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞിട്ട് തുറക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെന്തില്ല എന്ന് തോന്നുന്നെങ്കിൽ, കാരണം നമ്മൾ 2 കൂട്ടരും ഉപയോഗിക്കുന്ന ബ്രാൻഡ് സിമിലർ ആവണമെന്നില്ല, അങ്ങനെ വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ അടുപ്പിച്ചെടുക്കാം. വേവ് കൂടുതലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത ടൈം കുക്കറിൽ ചോറ് വെക്കുമ്പോൾ ഈ ഒരു വിസിൽ വന്നതിന് ശേഷം 10 മിനിറ്റ് മാറ്റി വെക്കുക എന്നുള്ളത് ഒരു 20 മിനിറ്റ് അങ്ങ് മാറ്റി വെച്ചാൽ മതി. ആദ്യമായിട്ട് കുക്കറിൽ ചോറ് വെക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ മിനിറ്റ് കണക്കൊക്കെ നോക്കിയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചെയ്ത് ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ കുക്കറിൽ ആവശ്യത്തിൽ കൂടുതൽ, ഈ പറഞ്ഞ പോലെ ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വെച്ച് ഗ്യാസിലേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു എയർ അതിൻ്റെ അകത്ത് വന്ന് തുടങ്ങുമ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കി ഒരു വിസിലടിക്കുമ്പോൾ അങ്ങോട്ട് മാറ്റി വയ്ക്കും. എൻ്റെ ബാക്കി കുറച്ച് ജോലികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഓർമ്മ വരുമ്പോൾ ഞാൻ കുക്കർ തുറന്ന് അടച്ചിടും. വെജിറ്റബിൾ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് വഴറ്റി അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് പിന്നെ നമ്മുടെ അച്ചിങ്ങാപ്പയറും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരു ഇത്തിരി ഉപ്പും കാശ്മീരി മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇന്നലെ രാജ്മ വേവിച്ചപ്പോഴത്തേക്ക് കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചേർക്കാനായിട്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഇത് നല്ലപോലെ വെന്ത് സെറ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു ചോറ്, മോരുകറി, പിന്നെ ചിക്കൻ കുറച്ച് മാരിനേറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അച്ചിങ്ങാപ്പയറും നമ്മുടെ രാജ്മയും കൂടെ ചേർത്ത് മെഴുക്ക് പുരട്ടിയെടുത്തത്. ഇതാണ് ഞാൻ മൈൻഡിൽ വിചാരിക്കുന്നത്. ഈ ഒരു എഗ്
സ്റ്റീമറിനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയതാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു തരാം. ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. നമ്മുടെ ഈ സോപ്പ് പൊട്ടിയൊക്കെ എടുക്കുന്ന കണക്കിരിക്കും അത് എടുക്കുമ്പോഴത്തേക്ക്. ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് ആദ്യം ചിന്തിച്ചു പോകും. ആലനും ഇത് കണ്ടപ്പോൾ എന്നെ കളിയാക്കി കേട്ടോ, ചൈന എന്നും പറഞ്ഞിട്ട്. പക്ഷേ സംഭവം പൊളിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം എന്നെക്കാളും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് ആലനാണ്. എഗ്ഗ് ബോയിൽ ചെയ്തൊക്കെ കഴിക്കാറുള്ളത് ആലനും കുട്ടികളുമാണ് കൂടുതൽ. ഈ 1 ഔൺസ് വെള്ളം മതി എഗ്ഗ് വേവാനായിട്ട്. ഇതിപ്പോൾ കാടമുട്ട ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നട്ടനെ നിർത്താത്തത്. നിർത്തി കഴിഞ്ഞാൽ ഇത് നേരെ ബോട്ടത്തിൽ ചെന്നിടിക്കും. അതുകൊണ്ട് കാടമുട്ടേനെയൊക്കെ ഞാനങ്ങ് കിടത്തി. കുക്കുവിന് ലഞ്ചിന് കൊടുത്തു വിടണം, നിലൂന് ഉച്ചയ്ക്ക് കൊടുക്കുകയും ചെയ്യണം. ഇത്തിരി നേരം കഴിയുന്നുടനെ തന്നെ അത് ഇങ്ങനെ സ്റ്റീം വരാൻ തുടങ്ങും കേട്ടോ. ആ ഒരു സ്റ്റീം നിൽക്കുമ്പോൾ അത് തനിയെ ഓഫ് ആവുകയും ചെയ്യും. രാവിലെ പാല് മാത്രം കുടിച്ച ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അവൻ്റെ കുഞ്ഞ് സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് കിഴങ്ങറി എടുത്തു, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എടുത്ത് കുറച്ച് പീസസ് ആക്കി വെച്ചു. ഇത്തിരി വെള്ളവും കൂടെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇനി അവൻ അവിടെ പോയിരുന്നും കഴിച്ചോളും കേട്ടോ. ആലനുണ്ട് അവിടെ. ഈ ഇത്രയും സമയം കൊണ്ട് തന്നെ എഗ്ഗ് റെഡിയായി. ആ സ്റ്റീമർ അങ്ങ് ഓഫായി. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് കൈയൊന്ന് നനച്ചു കൊടുത്താൽ മതി. അധികം ചൂടുണ്ടാവില്ല, അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാനൊക്കെ പറ്റും. ഞാൻ പിന്നെ ഈ കാടമുട്ട ആയതുകൊണ്ട് ഇത്തിരി ടൈറ്റ് ആയിപ്പോയി ആ ഹോൾസിൻ്റെ അകത്തെ. അതുകൊണ്ട് മാത്രമാണ് കൈയൊന്ന് നനച്ചിട്ട് എഗ്ഗ് എടുത്തത്. ഈ ഒരു പോർഷൻ നനയ്ക്കാൻ പാടില്ല, അതങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കി ആ അടപ്പും ആ ഒരു റൗണ്ട് സാധനമൊക്കെ നമുക്ക് കഴുകി മാറ്റി വയ്ക്കാം. ചിക്കൻ പൊരിക്കാനായിട്ട് ഞാൻ നമ്മുടെ പുതിയ പാനാണ് എടുത്തത്. ഇതിൻ്റെ ലിങ്കും എനിക്ക് കിട്ടുന്നില്ല. ഇതേ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ലിങ്ക് കിട്ടത്തില്ല കേട്ടോ. വേറെ സാധനങ്ങൾ ഇതുപോലെ ഇരിക്കുന്നത് നമുക്ക് കൊണ്ടുവന്ന് ടാഗ് ചെയ്യാനും പറ്റത്തില്ല. നിങ്ങൾക്ക് ഇതുപോലത്തത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് സെറാമിക് ഫ്രൈയിങ് പാൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ വേറെ ടൈപ്പ് കിട്ടും കേട്ടോ. വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കുതിച്ചു കയറുന്നത് കൊണ്ട് അമ്മയുടെ വക സ്പെഷ്യൽ നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു, കൂടുതൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുമെന്നൊക്കെ. പക്ഷേ ചിക്കൻ വറുക്കാനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്, എന്നാലേ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ വറുത്തെടുത്തത്. പാനിലായതുകൊണ്ട് അധികം എണ്ണയും വേണ്ടി വരത്തില്ല. പിന്നെ ആ ചിക്കൻ തിരിക്കാനായിട്ട് എൻ്റെ കയ്യിൽ സ്റ്റീൽ സാധനമേ ഉള്ളൂ, സിലിക്കോൺ സാധനം ഇല്ല അങ്ങനെ പിടിക്കുന്നത്. പക്ഷേ ആ പാത്രത്തിൽ തട്ടാതെ ചിക്കൻ പീസ് മാത്രം എടുത്തിട്ടാണ് ഞാൻ തിരിച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയിലേക്ക് ബാക്കി കുക്ക് ചെയ്ത് വെച്ചിരുന്ന രാജ്മയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് ഒരു മിനിറ്റ് അങ്ങനെ അതങ്ങ് ബ്ലെൻഡ് ആവാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. മോര് കാച്ചാനായിട്ട് കുറച്ച് അധികം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. മോര് കാച്ചിയത് ഇത്തിരി ഇരുന്നാൽ എനിക്ക് നാളെ എടുക്കാമല്ലോ. അപ്പോൾ തേങ്ങയും ജീരകം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ജീരകപ്പൊടിയും ഇത്തിരി ഇഞ്ചിയും 2 ചുവന്നുള്ളിയും കുറച്ച് തൈരും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അറിയാൻ വിട്ടുപോയി, ഒരു ചെറിയ കാന്താരി മുളകും കൂടെ ഞാൻ എൻ്റെ തിട്ടിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി റെഡിയായി. അത് ഞാൻ എടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റി. കുക്കുവിന് ലഞ്ച് എടുക്കണമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതി മോര് കാച്ചാനായിട്ട് ഒരു ചെറിയ പാൻ വെച്ചു. അതിലേക്ക് നമ്മളിപ്പോൾ അരച്ച അരപ്പും ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായാൽ മതി. മോര് തിളച്ച് കഴിഞ്ഞാൽ അത് കൊള്ളൂല, പിരിഞ്ഞ് കിടക്കും, ടേസ്റ്റിലും വ്യത്യാസം വരും. അതൊന്ന് ചൂടായപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്ത് ചിക്കൻ പൊരിച്ചുകൊണ്ടിരുന്ന എണ്ണയില്ലേ, ആ എണ്ണയിൽ ഇത്തിരി കടുകും കൂടെ വാരിയിട്ട് ഞാൻ അത് ഇങ്ങോട്ടേക്ക് എടുത്ത് ഒഴിച്ചു. ഇങ്ങനെയും നമുക്ക് മോര് താളിക്കാം. എന്തായാലും മോരിൻ്റെ കൂടെ ചിക്കൻ തന്നെയാണല്ലോ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ പൊരിച്ച എണ്ണ ഇതിൽ കിടന്നു എന്നും പറഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാം കൂടെ കുഴച്ച് കഴിക്കാനുള്ളതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുക്കറിൽ അത്രയും തോനെ വെള്ളം വെക്കുന്നതുകൊണ്ടാണ് കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ അങ്ങോട്ട് സിങ്കിലേക്ക് ഒഴിച്ച് കളയുന്നത്. തോനെ വെള്ളം വെച്ചാൽ അരി തമ്മിൽ ഒട്ടത്തില്ല. ഇൻ കേസ് നിങ്ങൾ കുക്കറിൽ വെക്കുമ്പോൾ ചോറ് തമ്മിൽ ഒട്ടുന്നു, പശപ്പശപ്പ് ഉണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം ചൂടാക്കി അതിലോട്ട് വീണ്ടും ഒഴിച്ച് അടച്ചിട്ടാൽ മതി. ഗ്ലാസസ് ഇരുന്ന കാര്യം ഞാൻ മറന്നുപോയി, ആവി വന്നടിച്ചു, മൊത്തം ബ്ലറായിപ്പോയി. കൊച്ചിന് ചോറ് കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിക്കാനായിട്ട് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് അപ്പനും മോനും കൂടെ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. എന്തേ അമ്മ കുക്കുവിൻ്റെ ചൊച്ചി കൊണ്ടുവന്ന ബാഗ് സ്കൂളിൽ കൊണ്ട് കൊടുക്കണോ എന്ന് ചോദിക്കാനാണ് ആ വന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് അവനറിയാം അതിനായിരിക്കും ഞാൻ വന്ന് ആലനെ വിളിക്കുന്നതെന്ന്. അപ്പോൾ ആലൻ്റെ വണ്ടി ജസ്റ്റിൻ കൊണ്ടുപോയിരിക്കുകയെന്ന് പറഞ്ഞു, ആലൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വന്ന് ചോറിട്ട് വെക്കാമെന്ന് കരുതി. വണ്ടി ഇങ്ങ് എത്തുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിരുന്നു, അങ്ങ് കൊണ്ട് കൊടുക്കാമല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 11 o'clock ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. 12:15 ഒക്കെ കഴിയുമ്പോൾ കുക്കുവിനെയൊക്കെ ലഞ്ചിനായിട്ട് ഇറക്കും. അപ്പോൾ അതേ ചൂട് ചോറും പിന്നെ നമ്മൾ മെഴുക്ക് പുരട്ടിയും. ഇതുപോലെ മിക്കവാറും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അവന് ഇഷ്ടമല്ല ഈ പച്ചക്കറികളൊന്നും. എനിക്ക് പൊതുവേ പച്ചക്കളറിലെ പച്ചക്കറികൾ ഇഷ്ടമല്ല, അവനും അതുപോലെ തന്നെയാണ്. ക്യാരറ്റൊക്കെ ആണെങ്കിൽ കഴിക്കും, ക്യാബേജും. ചിക്കൻ്റെ കാല് പൊരിച്ചത് 1 പീസ്, പിന്നെ 2 കാടമുട്ടയും. ഇനി ഒരു ബോക്സിലായിട്ട് കുറച്ച് മോരും കൂടെ വെക്കുന്നുണ്ട് അവനൊഴിച്ച് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ഈ ചോറിലോട്ട് അങ്ങനെ ഇറക്കി വെക്കാം. അപ്പോൾ ഡബിൾ പ്രൊട്ടക്ഷൻ ആവും, ഒലിച്ച് പുറത്തോട്ട് പോകത്തില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ പാത്രത്തിൽ നിന്ന് ലീക്ക് ചെയ്യുന്നില്ല കേട്ടോ. ആരോ ചോദിച്ചിരുന്നു, ഇതുവരെയും ഒന്നും ലീക്ക് ചെയ്തിട്ടില്ല, നല്ല ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കും. ഈ ഇത്രയും ക്ലിപ്പ് ഉള്ളതുകൊണ്ട് ഈ മണിച്ചിത്രത്തായിട്ട് ബൂട്ടുന്നെന്ന് പറയുന്ന കണക്ക് 1ഉം 2ഉം ഒന്നും അല്ലല്ലോ, 6 ക്ലിപ്പല്ലേ മൊത്തത്തിൽ ഇടുന്നത്, അതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളൂ. സ്നാക്സിനായിട്ട് അന്ന് ലുലുവിൽ പോയപ്പോഴത്തേക്ക് ഇവന്മാർ 2 പേരും കൂടെ ഒരു ബോക്സ് ഈ ചോക്കോപ്പൈൻ്റെ ചെറുത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരെണ്ണവും പിന്നെ 2-3 ബോൺവിറ്റ ബിസ്ക്കറ്റ്സുമാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയായി. ഈ ഒരു കിറ്റിൻ്റെ ലിങ്കും കിട്ടുന്നില്ല. ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം.
ആസ്ട്രോനട്ട് ടെഡി ബെയർ ലഞ്ച് കിറ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ. ഞാനിത് തിരിഞ്ഞു പോയി വയ്ക്കുന്ന സമയത്ത് ഞാൻ തിരിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഇമേജസിൽ ഈ ഒരു ഇമേജ് കാണും എന്തായാലും. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ആലൻ്റെ വണ്ടി ഫ്രണ്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞിരുന്നല്ലോ. ജസ്റ്റിൻ്റെ അമ്മയുടെ ആണ്ട് കുർബാനയാണ് ഇന്ന്. അപ്പോൾ അവൻ ഇന്ന് വണ്ടി എന്തൊക്കെയോ ആവശ്യത്തിന് വേണം. ആലൻ ഇങ്ങനെ ഓഫല്ലേ, അപ്പോൾ വീട്ടിലിരിക്കുകയാണല്ലോ, വണ്ടി വേണ്ടല്ലോ. അപ്പോൾ അവൻ തന്നെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കിറ്റ് എടുത്ത് ജസ്റ്റിന് കൊണ്ട് കൊടുക്കുവാണ്. ഇവരെവിടെയെങ്കിലും പോകുന്നോന്ന് അറിയാനാണ് ആ ചെറുത് ഓടുന്നത് പുറകെ. അത് കുക്കുവിൻ്റെ ചോച്ചി കൊണ്ടുപോകുന്ന ബാഗാണ്, അത് കുക്കുവിൻ്റെ ചോച്ചി കൊണ്ടുപോകുന്ന ബാഗാണെന്നും പറഞ്ഞിട്ടാണ് അവൻ ആ കൂവി വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് അങ്കിൾ കൊണ്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നിർത്തിയത്. അങ്ങനെ മുറ്റം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓസിൽ തന്നെ അവനെ അങ്ങ് ക്ലീൻ ചെയ്തിങ്ങ് തന്നു ആലൻ. പിന്നെ ഞാൻ അവനെ തോർത്തി അകത്തെടുത്തു. അവന് കഴിക്കാനായിട്ട് ചോറിൽ കുറച്ച് മോര് ഒഴിച്ച് 2 കാടമുട്ടയും പിന്നെ ചിക്കൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് പീസസ് കട്ട് ചെയ്തിട്ടിട്ട് മോര് കുഴച്ചിട്ട് മാമൻ കൊടുക്കുന്നു നങ്ങിയിലി എന്നും പറഞ്ഞിട്ടൊരു പദ്യം പണ്ട് ഞാൻ എപ്പോഴോ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുക. കോമൻസിൽ ഒരു പാട്ട് പാടാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. നമുക്കങ്ങനെ ചുമ്മാ ഒരു പാട്ടൊന്നും ഇരുന്ന് പാടാൻ പറ്റത്തില്ല, കോപ്പി റൈറ്റ് വീഴും. അതുകൊണ്ട് 1-2 വരിയൊക്കെ മൂളാനേ പറ്റത്തുള്ളൂ. പക്ഷെ കവിത പാടാൻ പറ്റൂല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു കവിത മൂളാം. പഴയ ദേവാലയം, അരികിലാമ്പൽ കുളം, വഴിയിൽ പൂജാദ്രവ്യ വിൽപ്പനയ്ക്കോരോ കൂട്ടർ, ഇവിടെ ദേവനിഷ്ഠ നൈവേദ്യമാമ്പൽ പൂക്കൾ, വഴികാട്ടിതൻ വാക്കിൻ പൊരുൾ പോലൊരു കോണിൽ, ചത്ത നീർനാഗം പോലെ തൂങ്ങുന്ന നീർത്തണ്ടിൻ്റെ അറ്റത്തു വിരിഞ്ഞ വെള്ളാമ്പൽ പൂവിൽ കൊന്നവർ, എൻ്റെ കയ്യിൽ നിന്നൊരു കൊച്ചു പെൺകുട്ടിയുണ്ടെൻ മുന്നിൽ വാടിയ പൂത്തണ്ടുപോൽ, എൻ്റെ നേർക്കവൾ നീട്ടും പൂവുമാമുഖവും ഞാൻ കണ്ടു വാടുന്ന 2 മനത്തങ്ങൾ പൂവേ. ഈ കവിത ഏതാണെന്നും എഴുതിയത് ആരാണെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയട്ടെ. ഞാൻ 8ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചൊരു കവിതയാണ്. ഞാൻ പഠിച്ച സ്കൂളിലെ ടീച്ചർമാരും ഇത് ഇത്ര ഈണത്തിലൊന്നും ചൊല്ലി തന്നിട്ടില്ല. ഞങ്ങളുടെ ഇരവിപുരത്തിൻ്റെ അഭിമാനമായിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട്, ഗാർഡൻ. അവിടുത്തെ കൃഷ്ണകുമാർ സാറാണ് ഈ കവിത ഈ ഈണത്തിൽ പാടിത്തന്നത്. എപ്പോൾ ഈ കവിത പാടിയാലും അതുപോലൊരു പെൺകുട്ടി ഒരു ആമ്പൽ പൂവായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നും.